ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫബ. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 4 ചിത്രത്തെ സംബന്ധിച്ച് ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു. അതിനിടെ മോഹൻലാൽ ചിത്രത്തിന്റെ ഭാഗമാവുമെന്ന് വ്യാപകമായ ചർച്ചകളുമുണ്ടായി. ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് നടിയും ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളുമായ നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറുമാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി തങ്ങൾ മോഹൻലാലിനെ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അഭിനയിക്കണമെന്ന ആഗ്രഹത്തിനാണ് ചിത്രത്തിന് അണിയറക്കാരായ ഞങ്ങൾ ഉള്ളതെന്നും നൂറിൻ പറഞ്ഞു. നൂറിൻ അഭിനയിച്ച മലയാളം ക്രൈം വെബ് സീരീസ് കേരള ക്രൈം ഫയൽസ് 2 പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വരുമെന്ന ആഗ്രഹത്തിൽ നമ്മളുണ്ട്. നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം ജോയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് നടക്കണമല്ലോ. നമ്മൾക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അണിയറയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ പോയിന്റുകളും ജോയിൻ ആവുകയാണെങ്കിൽ ഉറപ്പായും പുള്ളി നമ്മുടെ പ്രൊജക്റ്റിൽ ചെറിയ റോളിൽ ആഗ്രഹിച്ചതുപോലെ വരുമായിരിക്കും എന്നായിരുന്നു ഫബയുമായി ബന്ധപ്പെട്ട് അവതാരകന്റെ ചോദ്യത്തോട് നൂറിന്റെ മറുപടി. എഴുത്തുകാരി എന്ന നിലയിൽ ചിത്രത്തിന്റെ ഭാഗമാകുന്നതിന്റെ അനുഭവത്തെക്കുറിച്ചും നൂറിൻ മനസ്സ് തുറന്നു. എഴുതാനും വായിക്കാനും ഇഷ്ടമാണ്. പക്ഷേ സിനിമ എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എപ്പോഴെങ്കിലും സ്വന്തമായി എന്തെങ്കിലും എഴുതി പ്രസിദ്ധീകരിച്ചു വരണം എന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഒരു കഥയിലെത്തി. അത് സിനിമയായാൽ നന്നായിരിക്കും എന്ന് തോന്നി. ചിത്രത്തിന്റെ കഥ പറയാൻ പോകുമ്പോൾ ഒരു നടി എഴുത്തുകാരി എന്ന നിലയിൽ സിനിമയുടെ ഭാഗമാകുന്നതിന് അഭിമാനമുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എഴുത്തുകാരി എന്നത് അപ്രത്യക്ഷിതമായി വന്നു ചേർന്നതാണ്. പക്ഷേ അതിൽ എത്തിയപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തൊരു നല്ല തീരുമാനമാണെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ പരമാവധി ചെയ്യുക എന്നതാണ് ഇപ്പോൾ മനസ്സിലുള്ള കാര്യം, നൂറിൻ വ്യക്തമാക്കി. അതേസമയം മോഹൻലാൽ താരസംഘടനയുടെ പ്രസിഡന്റായി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നുള്ള തന്റെ നിലപാട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അതോടൊപ്പം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ 8ാമത്തെ ഷെഡ്യൂളിനായി മോഹൻലാൽ ശ്രീലങ്കയിലായിരുന്നു. നടനെ ശ്രീലങ്ക ആഘോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ശ്രീലങ്കൻ പാർലമെന്റിൽ വരെ മോഹൻലാലിന് സ്വീകരണം ലഭിച്ചു. ഇക്കാര്യങ്ങൾ മലയാളികൾക്ക് നൽകുന്നത് വലിയൊരു സന്തോഷമാണ്.